ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറ്റംസ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയയാണ്. അതിൽ NCERT സെക്ഷൻ 12.6 ഡി ബ്രോയിസ് എക്സ്പ്ലനേഷൻ ഓഫ് ബോർസ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ. മുന്നേ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണുക. ഈ വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡി ബ്രോയിസ് എക്സ്പ്ലനേഷൻ ഓഫ് ബോർ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ. നമ്മൾ ഓൾറെഡി ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് പഠിച്ചിട്ടുണ്ട്. അതിന് ഡി ബ്രോയി കൊടുത്ത എക്സ്പ്ലനേഷൻ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളിവിടെ നോക്കൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: കൺസിഡർ ദ മോഷൻ ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് r around the nucleus of the atom. According to de Broglie's hypothesis, this electron is also associated with the wave character. Hence, a circular orbit can be taken to be a stationary energy state only if it contains an integral multiple of de Broglie wavelength. അതായത് നിങ്ങൾ ഒരു ആറ്റത്തിൻ്റെ കേസ് എടുക്കുക. ആ ആറ്റത്തിൽ ഇലക്ട്രോണുകൾ ഒരു സർക്കുലർ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ റേഡിയസ് r ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഡി ബ്രോയി ഹൈപ്പോത്തസിസ് പറയുന്നത് ഇതാണ്: അതായത് മൂവിംഗ് പാർട്ടിക്കിളുമായി അസോസിയേറ്റ് ചെയ്ത ഒരു വേവ് ഉണ്ട്, ആൻഡ് ദാറ്റ് വേവ് ഈസ് കോൾഡ് മാറ്റർ വേവ് ഓർ ഡി ബ്രോയി വേവ്. അതുകൊണ്ട് തന്നെ ഈ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് മൂവിംഗ് പാർട്ടിക്കിളാണ്. അതുകൊണ്ട് ഇതുമായി അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഡി ബ്രോയി വേവ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ സർക്കുലർ ഓർബിറ്റ് ഒരു സ്റ്റേഷനറി എനർജി സ്റ്റേറ്റ് ആണെന്ന് കരുതണമെങ്കിൽ ഈ ഓർബിറ്റിൽ integral multiple of de Broglie wavelength ഉണ്ടായിരിക്കണമെന്നാണ്. That means if r is the radius of the circular orbit, then 2 r is equal to n lambda. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സർക്കുലർ ഓർബിറ്റിനെ ഒരു സ്റ്റേഷനറി സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2 r എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് ഓർബിറ്റ് ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു n ലാംഡ, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് de Broglie wavelength അസോസിയേറ്റഡ് വിത്ത് ദ മൂവിങ് ഇലക്ട്രോൺ. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഓർബിറ്റ് ഇതാണെന്ന് വിചാരിക്കൂ. തേർഡ് ഓർബിറ്റ് ആണ്, n ഈസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓർബിറ്റിനെ എനർജി സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ 2 r3 ഈസ് ഈക്വൽ ടു 3 ലാംഡ എന്ന് എഴുതാം. അതായത് ആ ഓർബിറ്റിൻ്റെ സർക്കംഫറൻസിൽ എത്ര വേവ്സ് ഉണ്ടായിരിക്കണം? 3 വേവ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് 3 ലാംഡ. n ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ 2 r ഈസ് ഈക്വൽ ടു 4 ലാംഡ എന്ന് എഴുതാം. n ഈസ് ഈക്വൽ ടു 5, ഫിഫ്ത്ത് ഓർബിറ്റ് ആണെങ്കിൽ 2 r 5 ഈസ് ഈക്വൽ ടു 5 ലാംഡ എന്ന് എഴുതാം. സിക്സ്ത് ഓർബിറ്റ് ആണെങ്കിൽ 2 r6 ഈക്വൽ ടു 6 ലാംഡ എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഡി ബ്രോയിസ് എക്സ്പ്ലനേഷൻ. മനസ്സിലായില്ലേ? ഇനി അവിടെ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡി ബ്രോയി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ, ആൻഡ് ഇക്വേഷൻ ഫോർ ഡി ബ്രോയി വേവ് ലെങ്ത് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു h/mv, ദാറ്റ് ഈസ് ഈക്വൽ ടു h/p. ഇതാണ് ഡി ബ്രോയി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ ഓർ എ മൂവിങ് പാർട്ടിക്കിൾ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ഡി ബ്രോയി വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. അവിടെ m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, ഹിയർ ഇറ്റ് ഈസ് ഇലക്ട്രോൺ, ആൻഡ് v ഈസ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇനി അത് നമ്മൾ നേരത്തെയുള്ള ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 2 r ഈസ് ഈക്വൽ ടു n ഇൻറ്റു ലാംഡയുടെ സ്ഥാനത്ത് h/mv കൊടുക്കാം. ഓക്കെ, നമുക്കറിയാം ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? mvr ആണ്, അല്ലേ? ദാറ്റ് ഈസ് mvr ഈസ് കോൾഡ് ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ഇതിനെ റീറൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? mvr ഈസ് ഈക്വൽ ടു nh/2 എന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ബോർ സെക്കൻഡ് പോസ്റ്റുലേറ്റ്. അപ്പോൾ ഡി ബ്രോയി ഹൈപ്പോത്തസിസ് ഉപയോഗിച്ചുകൊണ്ട് ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ ഈ രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. മനസ്സിലായോ? കൂടാതെ 2 r ഈസ് ഈക്വൽ ടു n ലാംഡ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, തേർഡ് ഓർബിറ്റ് ആണെങ്കിൽ ഹൗ മെനി ഡി ബ്രോയി വേവ്സ് ആർ പോസിബിൾ എന്ന് ചോദിക്കും. അപ്പോൾ എത്രയാണ്? 2 r ഈസ് ഈക്വൽ ടു n ലാംഡയാണ്. തേർഡ് ഓർബിറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് 3 ലാംഡ. ഓക്കെ, 10th ഓർബിറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് 10 ലാംഡ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ. അതായത് ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് സാധാരണഗതിയിൽ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. റൈറ്റ് ഡൗൺ 2 ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ എന്നാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ലിമിറ്റേഷൻ ഇതാണ്: ദിസ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു ഹൈഡ്രജൻ ലൈക്ക് സിംഗിൾ ഇലക്ട്രോൺ ആറ്റംസ് ആൻഡ് ഫെയിൽസ് ഇൻ ദ കേസ് ഓഫ് ആറ്റംസ് വിത്ത് 2 or more ഇലക്ട്രോൺസ്. അതായത് ഈ ബോർ മോഡൽ
സിംഗിൾ ഇലക്ട്രോൺ ആറ്റംസിൻ്റെ കേസിൽ മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതായത് ഹൈഡ്രജൻ പോലെയുള്ള സിംഗിൾ ഇലക്ട്രോൺ ആറ്റംസിൻ്റെ കേസിൽ മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, രണ്ടോ അതിൽ കൂടുതലോ ഇലക്ട്രോൺസ് ഉള്ള കേസിൽ ഇത് അപ്ലിക്കബിൾ അല്ല. സോ ദാറ്റ്സ് ദ വൺ ഓഫ് ദ ലിമിറ്റേഷൻ. രണ്ടാമത്തെ ഇതാണ്, ദിസ് മോഡൽ ഈസ് അൺഎബിൾ ടു എക്സ്പ്ലെയിൻ ദ റിലേറ്റീവ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ദ ഫ്രീക്വൻസീസ് ഇൻ എ സ്പെക്ട്രം. അതായത് ഫ്രീക്വൻസി സ്പെക്ട്രത്തിൻ്റെ റിലേറ്റീവ് ഇൻറ്റൻസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോഡലിന് സാധിച്ചിട്ടില്ല. ഓക്കെ, മൂന്നാമത്തെ ഇതാണ്, ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫർദർ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓർ ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഈ സ്പെക്ട്രൽ ലൈൻസിന് ഉണ്ടാവുന്ന സ്പ്ലിറ്റിംഗ് ഈ മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് സ്പെക്ട്രൽ ലൈൻസിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് സീമൻ എഫക്ട് ആൻഡ് സ്പ്ലിറ്റിംഗ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ് സ്റ്റാർക്ക് എഫക്ട്. അതുകൊണ്ട് ഈ മോഡലിന് സീമൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലിമിറ്റേഷൻ കൃത്യമായി പഠിച്ചു വെക്കുക. ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് തേർഡ് ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദാറ്റ് ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ തേർഡ് ബോർ ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ആ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കണം. നമുക്കറിയാം റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, ആർ എൻ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ആർ സീറോ ഡിവൈഡഡ് ബൈ സെഡ്. ശരിയല്ലേ? ഓക്കെ, നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ സെഡ് എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പർ ആണ്, അത് 1 ആണെന്നറിയാം. ഓക്കെ, സോ ഫോർ ഹൈഡ്രജൻ ആറ്റം സെഡ് ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണ് ഈ ഇക്വേഷൻ എന്തായി മാറും? ആർ എൻ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ആർ സീറോ എന്നായി മാറും. ശരിയല്ലേ? ഇവിടെ എൻ ഈസ് ഈക്വൽ ടു 3 ആണ്, തേർഡ് ഓർബിറ്റ് ആണ് അല്ലേ. ദെർഫോർ ആർ ത്രീ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ ആർ സീറോ എന്ന് എഴുതാം. ആർ സീറോ എന്ന് പറയുന്നത് ബോർ റേഡിയസ് ആണ്. ബോർ റേഡിയസിൻ്റെ വാല്യൂ നമുക്കറിയാം 0.53 ഇൻറ്റു 10⁻10 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ 9 ഇൻറ്റു 0.53 ഇൻറ്റു 10⁻10 മീറ്റർ. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 4.77 ഇൻറ്റു 10⁻10 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സോ ദ ആൻസർ ഈസ് 4.77 ഇൻറ്റു 10⁻10 മീറ്റർ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എനർജിയാണ്. ടോട്ടൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഇ എൻ ഈസ് ഈക്വൽ ടു -13.6 സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, ഇതാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഇവിടെയും നമുക്കറിയാം സെഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. ഫോർ ഹൈഡ്രജൻ ആറ്റം സെഡ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അതുകൊണ്ട് ഈ ഇക്വേഷൻ എന്തായി മാറി? ഇ എൻ ഈസ് ഈക്വൽ ടു -13.6 ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ട് എന്നായി മാറും. ഓക്കെ, ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്? തേർഡ് ഓർബിറ്റ് ആയതുകൊണ്ട് 3 എന്ന് കൊടുക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു -13.6 ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് -13.6 ഡിവൈഡ് ബൈ 9. അത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് -1.51 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. അപ്പോൾ തേർഡ് ഓർബിറ്റിൽ എനർജി എത്രയാണ്? -1.51 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയുന്നത്, ദ റേഡിയസ് ഓഫ് ദ ഇന്നർമോസ്റ്റ് ഇലക്ട്രോൺ ഓർബിറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ഈസ് 5.3 ഇൻറ്റു 10⁻11 മീറ്റർ. വാട്ട് ആർ ദ റേഡിയൈ ഓഫ് then n is equal to 2 and n is equal to 3 orbits. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇന്നർമോസ്റ്റ് ഇലക്ട്രോൺ ഓർബിറ്റിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓർബിറ്റ് എന്നർത്ഥം. നമുക്കറിയാം റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആർ എൻ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ സെഡ് ഡിവൈഡ് ബൈ ആർ സീറോ ആണ്. ഫോർ ഹൈഡ്രജൻ ആറ്റം എത്രയാണ്? സെഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 1 ആണ്. അതുകൊണ്ട് ആർ എൻ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എൻ സ്ക്വയർ ആർ സീറോ എന്ന് കിട്ടും. ഇവിടെയുള്ള കേസിൽ ഇന്നർമോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ ഓർബിറ്റ് ആണ്, ദാറ്റ് ഈസ് R1. ഒന്നാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് നമ്മൾ ബോർ റേഡിയസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് കോൾഡ് R0, ദാറ്റ് ഈസ് 5.3 ഇൻറ്റു 10⁻11 മീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഓർബിറ്റിലുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫോർ n ഈസ് ഈക്വൽ ടു 2, R2 ഈസ് ഈക്വൽ എന്താ കിട്ടുക? 2 സ്ക്വയർ R0 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 4 ഇൻറ്റു 5.3 ഇൻറ്റു 10⁻11. ഓക്കെ, ദെർഫോർ R2 ഈസ് ഈക്വൽ ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്നത് 21.2 ഇൻറ്റു 10⁻11 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ 2.12 ഇൻറ്റു 10⁻10 മീറ്റർ, അല്ലെങ്കിൽ 2.12 ആംസ്ട്രോങ് എന്നല്ല എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കും. അടുത്ത നിങ്ങളോട് ചോദിച്ചത് എന്താണ്? തേർഡ് ഓർബിറ്റിന്റെ കേസിലാണ് ചോദിച്ചത്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് n ഈസ് ഈക്വൽ ടു 3 ഹിയർ. ദെർഫോർ R3 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ R0 എന്ന് വരും, ദാറ്റ് ഈസ് 9 ഇൻറ്റു 5.3 ഇൻറ്റു 10⁻11 എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 47.7 ഇൻറ്റു 10⁻11 മീറ്റർ, അല്ലെങ്കിൽ 4.77 ഇൻറ്റു 10⁻10 മീറ്റർ, അല്ലെങ്കിൽ 4.77 ആംസ്ട്രോങ് എന്ന് പറയാം. സോ ദിസ് ഈസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് മാർച്ച് 2011 ചോദിച്ചതാണ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. അക്കോർഡിംഗ് ടു ഡി ബ്രോയിസ് എക്സ്പ്ലനേഷൻസ് ഓഫ് ബോർസ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓഫ് ദ ക്വാണ്ടൈസേഷൻ, ദ സ്റ്റാൻഡിംഗ് പാർട്ടിക്കിൾ വേവ് ഓൺ എ സർക്കുലർ ഓർബിറ്റ് ഫോർ n ഈസ് ഈക്വൽ ടു 4 ഈസ് ഗിവൺ ബൈ. അപ്പോൾ നമുക്കറിയാം ഡി ബ്രോയി എക്സ്പ്ലനേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഒരു ഓർബിറ്റ് എനർജി സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ 2πRn ഈസ് ഈക്വൽ ടു n ലാംഡ. ഓക്കെ, സർക്കംഫറൻസ് ഓഫ് ദ ഓർബിറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഡി ബ്രോയി വേവ് ലെങ്ത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നതുകൊണ്ട് n ഈസ് ഈക്വൽ ടു 4 ആണ്. സോ ദ ആൻസർ ഈസ് 2πR ഈസ് ഈക്വൽ ടു 4 ലാംഡ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: വാട്ട് ഈസ് ദ ആംഗുലർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ദ തേർഡ് ഓർബിറ്റ് ഓഫ് എൻ ആറ്റം? ഓക്കെ, അപ്പോൾ നമുക്കറിയാം തേർഡ് ഓർബിറ്റിൻ്റെ ആംഗുലർ മൊമെന്റം ആണ് കാണാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോറിൻ്റെ ക്വാണ്ടം കണ്ടീഷൻ എടുക്കാം. സോ അക്കോർഡിംഗ് ടു ബോർ ക്വാണ്ടം കണ്ടീഷൻ L ഈസ് ഈക്വൽ ടു NH/2π. അപ്പോൾ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണിത്. L ഈക്വൽ ടു NH/2π ആണ്. ഇവിടെയുള്ള കേസിൽ തേർഡ് ഓർബിറ്റ് ആയതുകൊണ്ട് n ഈസ് ഈക്വൽ ടു 3, therefore L ഈസ് ഈക്വൽ ടു 3h/2π എന്ന് കിട്ടും. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ Hന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 3 × 6.67 × 10⁻34, ദാറ്റ് ഈസ് കോൾഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഡിവൈഡ് ബൈ 2 × π 3.14. ഇത് നമ്മൾ സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 3.19 × 10⁻34 ജൂൾ സെക്കൻഡ് എന്നാണ്. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ്. സെക്കൻഡ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം. Vn ഈസ് ഈക്വൽ ടു CZ ഡിവൈഡ് ബൈ 137n എന്നാണ്. അവിടെ Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. ഫോർ ഹൈഡ്രജൻ ആറ്റം Z ഈസ് ഈക്വൽ ടു 1. ശരിയല്ലേ? അതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ ഓർബിറ്റിലാണ് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഇക്വേഷൻ എന്താ വരിക? Vn ഈസ് ഈക്വൽ ടു C ഡിവൈഡ് ബൈ 137n എന്ന് വരും. ഇവിടെ രണ്ടാമത്തെ ഓർബിറ്റിലുള്ള സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കാം. സോ V2 ഈസ് ഈക്വൽ ടു C ഡിവൈഡ് ബൈ 137 × 2. അവിടെ C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ദാറ്റ് ഈസ് 3 × 10⁸ ആണ്. ഡിവൈഡ് ബൈ 274 എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്യുക. ഈ സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാണ്? 1.1 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ദിസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ടോട്ടൽ എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇക്വേഷൻ അറിയാം. Rn ഈസ് ഈക്വൽ ടു n²r0/z ആണ്. അവിടെ സെറ്റിന്റെ വാല്യൂ 1 എന്ന് കൊടുക്കാം. therefore the equation is Rn ഈസ് ഈക്വൽ ടു n²r0. അവിടെ സെക്കൻഡ് ഓർബിറ്റ് ആയതുകൊണ്ട് n-ന്റെ വാല്യൂ 2 കൊടുക്കാം. സോ R2 ഈസ് ഈക്വൽ ടു 2² × r0 0.53 × 10⁻10 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 21.2 × 10⁻10 മീറ്റർ. ഓക്കെ, സോ R2 ഈസ് ഈക്വൽ ടു 21.2 × 10⁻10 മീറ്റർ. സോ ദിസ് ഇസ് ദ റേഡിയസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് നമുക്ക് എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം. എന്താ ഇക്വേഷൻ? En ഈസ് ഈക്വൽ ടു -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ n² ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? n ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എനർജി ലെവലാണ്. n ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് സെക്കൻഡ് എനർജി ലെവൽ, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. n ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ എന്താണ്? തേർഡ് എനർജി ലെവലെങ്കിൽ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ n ഈസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്താൽ മതി. സോ ഈ 3 ഈസ് ഈക്വൽ ടു -13.6 ഡിവൈഡ് ബൈ 3². സോ ഇറ്റ് ഈസ് -13.6 ഡിവൈഡ് ബൈ 9, ദാറ്റ് ഈസ് -1.51 ഇലക്ട്രോൺ വോൾട്ട്. മനസ്സിലായല്ലോ? സോ ദിസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: the ground state energy of hydrogen atom is 13.6 electron volt. What are the kinetic energy, potential energy of electron in the state? What are the kinetic energy and potential energy of electron in the state? Okay, അപ്പോൾ നിങ്ങളോട് ചോദിച്ചത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി തന്നിട്ടുണ്ട്, എന്നിട്ട് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. നമുക്കറിയാം ടോട്ടൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: -2π² m k² z² e⁻⁴ ഡിവൈഡ് ബൈ n²h². ഇതാണ് ശരിയായ ഇക്വേഷൻ. ഇത് നമുക്ക് -RCH z²/n² എന്ന് എഴുതാം. അവിടെ R എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 1.07 × 10⁻7 m⁻⁻1 ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇത് നമുക്ക് -13.6 z² ഡിവൈഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട് എന്ന് എഴുതാം. സോ ദിസ് ദ ടോട്ടൽ എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇതാണ്: കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 2π² m k² z² e⁻⁴ ഡിവൈഡ് ബൈ n²h². ദാറ്റ് ഈസ് ഈക്വൽ ടു RCH ഡിവൈഡ് ബൈ n². ദാറ്റ് ഈസ് ഈക്വൽ ടു 13.6 z² ഡിവൈഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട്.
മനസ്സിലായില്ല? അപ്പോൾ ഇതാണ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, U ഈസ് ഈക്വൽ ടു മൈനസ് 4π² mk² z² e⁴ ഡിവൈഡ് ബൈ n² h², അല്ലെങ്കിൽ മൈനസ് 2rch z² ഡിവൈഡ് ബൈ n², അതും അല്ലെങ്കിൽ മൈനസ് 27.2 z² ബൈ n² ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി നിങ്ങൾ ഈ 3 ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ഇ എന്ന് കിട്ടും. നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, ശരിയല്ലേ? അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് എഴുതാം. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി ഈസ് മൈനസ് 2 ടൈംസ് കൈനറ്റിക് എനർജി എന്ന് എഴുതാം, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, അതായത് U ഈസ് ഈക്വൽ ടു 2E എന്ന് എഴുതാം, ട്വൈസ് ദ ടോട്ടൽ എനർജി. മനസ്സിലായില്ലേ? ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് ഇതാണ്, മോഡുലസ് ഓഫ് കൈനറ്റിക് എനർജി ഈസ് ടു പൊട്ടൻഷ്യൽ എനർജി ഈസ് ടു ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു 1:2:1. സോ ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. കൃത്യമായി പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി നിങ്ങൾക്ക് മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ടാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജി, ശരിയല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഓഫ് മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. ദെർഫോർ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ പ്ലസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് എന്നായിരിക്കും, ശരിയല്ലേ? ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ, പൊട്ടൻഷ്യൽ എനർജി U ഈസ് ഈക്വൽ ട്വൈസ് ദ ടോട്ടൽ എനർജി, ദറ്റ് ഈസ് U ഈസ് ഈക്വൽ 2E, ദറ്റ് ഈസ് U ഈസ് ഈക്വൽ 2 ഇൻറ്റു മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്, ദറ്റ് ഈസ് മൈനസ് 27.2 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി ഓഫ് ലിഥിയം 2+. ഓക്കെ, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. നമുക്കറിയാം എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മൈനസ് 13.6 z² ഡിവൈഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, ഇവിടെയുള്ള കേസിൽ ലിഥിയത്തിൻ്റെ കേസാണ് ചോദിച്ചത്. ഫോർ ലിഥിയം അറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണ്. ദെർഫോർ Z ഈസ് ഈക്വൽ ടു 3. അതുകൊണ്ട് ഇവിടെയുള്ള കേസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ n 1 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ E ഈസ് ഈക്വൽ ടു മൈനസ് 13.6, സെറ്റിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 3 കൊടുക്കാം. ദെർഫോർ ഇൻറ്റു 3² ഡിവൈഡ് ബൈ n 1 ആണ്. സോ ഇറ്റ് ഈസ് 1², ദറ്റ് ഈസ് മൈനസ് 13.6 ഇൻറ്റു 9 എന്ന് കിട്ടും, ശരിയല്ലേ? ഓക്കെ, 3ൻ്റെ സ്ക്വയർ 9 ആണ്. സോ മൈനസ് 13.6 ഇൻറ്റു 9, ദറ്റ് ഈസ് മൈനസ് 122.4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ എനർജിയാണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ n ഈസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ E2 ഈസ് ഈക്വൽ എന്താ വരിക? മൈനസ് 13.6, സെഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് 3 കൊടുക്കാം. സോ മൈനസ് 13.6 ഇൻറ്റു 3² ഡിവൈഡ് ബൈ n² എന്ന് പറയുമ്പോൾ 2². സോ ഇറ്റ് ഈസ് മൈനസ് 13.6 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 4 ആണ്, അല്ലേ? അത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. മൈനസ് 13.6 ഇൻറ്റു 9 മൈനസ് 122.4 ഡിവൈഡ് ബൈ 4. ഓക്കെ, സോ ദ ആൻസർ ഈസ് മൈനസ് 30.6 ഇലക്ട്രോൺ വോൾട്ട്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇറ്റ് വാസ് ബോർ ഹു സജസ്റ്റഡ് ദ സ്റ്റേബിൾ സ്ട്രക്ചർ ഓഫ് ആറ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്വാണ്ടം ഹൈപ്പോത്തിസിസ്. അക്കോർഡിംഗ് ടു ഹിം, വേർ ക്യാൻ എൻ ഇലക്ട്രോൺ ബി ഒബ്സർവ്ഡ് ഇൻ എൻ ആറ്റം? ഓക്കെ, എവിടെയാണ് ഇലക്ട്രോണിനെ കാണുന്നതെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺസ് ആർ ഒബ്സർവ്ഡ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സ്റ്റേഷനറി ഓർബിറ്റ്. ഓക്കെ, സ്റ്റേഷനറി ഓർബിറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്നത്. ആ ഓർബിറ്റിലൂടെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് എന്താണ്? വാട്ട് ഈസ് ദ ആംഗുലർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കോർഡിംഗ് ടു ബോർ ക്വാണ്ടം കണ്ടീഷൻ, ആംഗുലർ മൊമെന്റം L ഈസ് ഈക്വൽ ടു NH/2π. സോ ദാറ്റ് ഇസ് ദ ഇക്വേഷൻ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ സ്പെക്ട്രൽ ലൈൻസ് ആർ പ്രൊഡ്യൂസ്ഡ്? എങ്ങനെയാണ് സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം സ്പെക്ട്രൽ ലൈൻസ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ ദ ഇലക്ട്രോൺസ് ആർ മേക്കിംഗ് ട്രാൻസിഷൻ ഫ്രം വൺ ഓർബിറ്റ് ടു or one energy state to another energy state. Okay, higher energy to lower energy level ആണെങ്കിൽ അത് എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യും in the form of photons, and the frequency of the radiation or photon is given by nu is equal to delta E divided by h, that is EF minus EI divided by h. Okay, നമ്മൾ ഓൾറെഡി തിയറി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. Given below is the graph between frequency of the incident light and maximum kinetic energy EK of emitted photoelectrons. First one, define
വർക്ക് ഫംഗ്ഷൻ ആൻഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ഫോർ ഇലക്ട്രോൺ ടു ജസ്റ്റ് എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം W0 ഈസ് ഈക്വൽ ടു hν0 എന്നാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ത്രഷോൾഡ് ഫ്രീക്വൻസി? നമുക്കറിയാം ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസിയാണ് ബിലോ വിച്ച് ദർ ഇസ് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അതാണ് ഒന്ന്. രണ്ടാമത്തെ വർക്ക് ഫംഗ്ഷൻ ഫ്രം ദ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ y ആക്സിൽ കൈനറ്റിക് എനർജിയും x ആക്സിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഫ്രീക്വൻസിയുമാണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ്. ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം ഫ്രീക്വൻസി അല്ലേ? അതിൽ കുറവാണെങ്കിൽ എന്ത് നടക്കില്ല? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം വെൻ ന്യൂ ഈസ് ഈക്വൽ ടു ν0 ദെൻ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ദറ്റ് ഈസ് എ മിനിമം ഫ്രീക്വൻസി. അതുകൊണ്ട് അതിൻ്റെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം ഈ റേഡിയേഷൻ്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? വർക്ക് ഫംഗ്ഷൻ കൊടുത്ത് അതിനെ ജസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഓക്കെ, അതിന് കൈനറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൈനറ്റിക് എനർജി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി നിങ്ങൾ ഈ ഗ്രാഫ് നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പോയിന്റിൽ കൈനറ്റിക് എനർജി എത്രയാണ്? 0 ആണ്. ശരിയല്ലേ? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്തായിരിക്കും? ദാറ്റ് ഈസ് കോൾഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഇപ്പോൾ ഇവിടെയുള്ള കേസിൽ ത്രഷോൾഡ് ഫ്രീക്വൻസി ν0 എത്രയാണ്? 10 ആണ്. 10 ഇൻറ്റു നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ന്യൂ ഇൻറ്റു 10⁻14 ആണ്. അപ്പോൾ 10 ഇൻറ്റു 10⁻14 ഹെഡ്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10⁻15 ഹെഡ്സ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ്. ഈ ഗ്രാഫിൽ നിന്ന് വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്. Ke⁻max ഈക്വൽ ടു hν മൈനസ് φ0 ആൻഡ് ദിസ് ഈസ് കോൾഡ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻഡ് ഇക്വേഷൻ ആണ്. y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? h ആണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം സ്ലോപ്പ് ഓഫ് കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് ഈസ് ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലേ? അതുപോലെ നോക്കൂ, y ഇന്റർസെപ്റ്റ് ഏതാണ്? വർക്ക് ഫംഗ്ഷൻ ആണ്. സോ വർക്ക് ഫംഗ്ഷൻ φ0 ഈസ് ദ മോഡുലസ് ഓഫ് y ഇന്റർസെപ്റ്റ് ഓഫ് ദ ഗ്രാഫ്. ശരിയല്ലേ? അതായത് y ഇന്റർസെപ്റ്റ് ഓഫ് വാട്ട്? കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കൂ, ഈ ഗ്രാഫിൽ നിന്ന് ഏതാണ് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് കിട്ടുന്നത് -4 ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? വർക്ക് ഫംഗ്ഷൻ ഈസ് മോഡുലസ് ഓഫ് -4 ഇലക്ട്രോൺ വോൾട്ട്, ദാറ്റ് ഈസ് 4 ഇലക്ട്രോൺ വോൾട്ട്. മനസ്സിലായില്ലേ? സോ 4 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ദ വർക്ക് ഫംഗ്ഷൻ ഫ്രം ദ ഗ്രാഫ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഓക്കെ, അവിടെ കൃത്യമായി പഠിച്ചു വെക്കുക. സ്ലോപ്പ് എത്രയാണെന്ന് പഠിച്ചു വെക്കുക. വർക്ക് ഫംഗ്ഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഫംഗ്ഷൻ ആണ്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ ഫോട്ടോൺസ് ഇൻസിഡന്റ് ഓൺ എ മെറ്റാലിക് സർഫസ് ഇലക്ട്രിക് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. The work function of the metal is given by φ0 is equal to hν0, that is equal to hc by lambda 0, where φ0, ν0, hc, lambda 0 has the usual meaning. The graph given below shows the variation in stopping potential with the frequency of incident radiation of material A and B. Which of the material has higher work function? അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് ഹയർ വർക്ക് ഫംഗ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് φ0 ഈസ് ഈക്വൽ ടു hν0 എന്നാണ് അല്ലേ? അത് നമുക്കറിയാം. φ0 ഈസ് ഈക്വൽ ടു hν0 ആണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് വർക്ക് ഫംഗ്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ത്രഷോൾഡ് ഫ്രീക്വൻസി. ശരിയല്ലേ? അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ബിയുടെ കേസിൽ ഇതാണ്, എയുടെ കേസിൽ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കേസിൽ വർക്ക് ഫംഗ്ഷൻ ഓഫ് ഇവിടെയുള്ള കേസിൽ ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് ബി. ശരിയല്ലേ? അപ്പോൾ ഇവിടെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് വർക്ക് ഫംഗ്ഷൻ ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഫംഗ്ഷൻ ഓഫ് ബി. കാരണം എന്തുകൊണ്ടാണ്? ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് ബി. ദെർഫോർ വർക്ക് ഫംഗ്ഷൻ ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഫംഗ്ഷൻ ഓഫ് ബി. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്തതായിട്ട് ചോദിച്ചത് എന്താണ്? ഇതിൽ ഏതാണ് ഫോട്ടോ സെൻസിറ്റീവ്? മോർ ഫോട്ടോ സെൻസിറ്റീവ് ഏതാണെന്ന ചോദ്യം. ഫോട്ടോ സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ റേഡിയേഷൻ വന്നാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ വളരെ കുറവുള്ളതിൽ നിന്നാണ് പെട്ടെന്ന് എന്ത് ചെയ്യുക? ഇലക്ട്രോണുകൾ ഇജക്ട് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ വർക്ക് ഫംഗ്ഷൻ കുറവുള്ളതാണ് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ വർക്ക് ഫംഗ്ഷൻ കുറവ് ഏതിനാണ്? ബി എന്ന് പറയുന്ന മെറ്റലിനാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ബി ഈസ് മോർ എന്താണ്? ഫോട്ടോ സെൻസിറ്റീവ് ദാൻ എ. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്?
വാട്ട് ഹാപ്പൻസ് ടു ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് വെൻ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഇൻക്രീസസ്? വൈ? ഇവിടെയുള്ള കേസിൽ സ്ലോപ്പും ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്. നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് ഏതാണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് ആണ് അല്ലേ? ഇറ്റ് ഈസ് എ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ്. ഇനി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? h/e ആണ്. അത് കൃത്യമായി പഠിച്ചു വെക്കുക. സ്ലോപ്പ് ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് ഈസ് h/e, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ ഇലക്ട്രോണിക് ചാർജ്. മനസ്സിലായോ? സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിങ്ങൾക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക. എങ്ങനെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക? ഇ ഇൻറ്റു സ്ലോപ്പ്. അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫിൻ്റെ സ്ലോപ്പിനെ ചാർജ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കിട്ടും. ഓക്കെ. ഇനി ഇവിടെയുള്ള കേസിൽ എച്ചും ഇയും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. സോ ദ സ്ലോപ്പ് ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് ഈസ് എ കോൺസ്റ്റന്റ് ഫോർ ഓൾ മെറ്റൽസ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഓൾസോ. അപ്പോൾ ഇവിടെയുള്ള കേസിൽ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഇൻക്രീസ് ചെയ്താലും സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. നല്ലപോലെ പഠിക്കുക. ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ?